ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അതെ, ഗുരുവായൂരേക്ക് പോകാൻ വേണ്ടിയിട്ട് ഒക്കെ റെഡി ആയിട്ടുണ്ട്. അതിന് മുൻപായിട്ട് എനിക്ക് ഗിഫ്റ്റ് ഉണ്ട് എന്ന് പറഞ്ഞല്ലോ, ആ ഗിഫ്റ്റ് മേടിക്കാൻ വേണ്ടിയിട്ട് ഷോപ്പിലേക്ക് പോകാൻ നോക്കുകയാണ്. അപ്പോൾ ഒരു ചെറിയൊരു ക്ലൂ ഞാൻ നിങ്ങൾക്ക് തരാം. എൻ്റെ സുഹൃത്തിൻ്റെ ഷോപ്പിൽ നിന്നാണ് ഞാൻ ആ ഗിഫ്റ്റ് മേടിക്കുന്നത്. അപ്പോൾ അത് ഞാൻ തന്നെ മേടിച്ച് എനിക്ക് തന്നെ സമ്മാനമായിട്ട് തരാൻ തീരുമാനിച്ചതാണ് എന്ന് നിങ്ങളൊക്കെ പറയുണ്ടാവും. അപ്പോൾ അങ്ങനെ പറയുന്നതിന് എനിക്ക് വിരോധമല്ല. അപ്പോൾ ഗിഫ്റ്റ് തരാനുള്ള കാരണം എന്താ വെച്ചാൽ, ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഒരു കണ്ണനെ അവർക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആൾക്ക് കൊടുത്ത സമയത്ത് ആൾക്ക് ആ നിന്ന ജോലിയിൽ നിന്നും പ്രമോഷൻ കിട്ടി വേറൊരു കമ്പനിയിലേക്ക്. അപ്പോൾ അതിൻ്റെ സന്തോഷത്തിൽ അദ്ദേഹം എനിക്ക് അദ്ദേഹത്തിൻ്റെ ഒരു സന്തോഷത്തിന് എനിക്കൊരു ഗിഫ്റ്റ് മേടിക്കാനുള്ള പേയ്മെൻറ്റ് ചെയ്തു എന്നുള്ളതാണ് സത്യാവസ്ഥ. പേയ്മെൻറ്റ് അയച്ചു തന്നതാട്ടോ. ഗിഫ്റ്റ് എന്ത് വേണമെങ്കിലും എനിക്ക് സെലക്ട് ചെയ്യാമെന്ന് പറഞ്ഞു. അത് ആ പൈസ ഞാൻ എൻ്റെ കയ്യിൽ വെച്ചാൽ അത് നിങ്ങൾക്കറിയാമല്ലോ, പൈസയൊക്കെ നിസ്സാര സമയം കൊണ്ട് തീർന്നു പോകും. അതുകൊണ്ട് ഞാൻ എന്നെ എന്താക്കി, അത് ഒരു ഗിഫ്റ്റ്, ഇന്നൊരു ഗിഫ്റ്റ് എന്ന് ഇതാക്കിയപ്പം ആളുടെ അടുത്ത് ഒരു അഭിപ്രായം ചോദിച്ചു. അപ്പോൾ ആൾക്കും അത് ഭയങ്കര ഇഷ്ടമുള്ളൊരു സംഭവമാണ്. അപ്പോൾ ആളും പറഞ്ഞു ഓക്കെ, അത് ആളും കംഫർട്ടാണ് എന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ ആ ഒരു ഗിഫ്റ്റിലേക്ക് ഞങ്ങൾ ഉറപ്പിക്കുകയായിരുന്നു ചെയ്തത്. അപ്പോൾ ആ ഗിഫ്റ്റ് ഇന്നാണ് കിട്ടുക. ഗിഫ്റ്റ് കിട്ടിയിട്ട് എനിക്ക് നേരെ ഗുരുവായൂരപ്പനെ കാണിച്ചതിന് ശേഷം മാത്രമേ മറ്റൊരാളെ കാണിക്കാവൂ. ഈവൻ ആ വ്യക്തിനെ, ഗിഫ്റ്റ് മേടിച്ച് തന്ന ആളെപ്പോലും ഗുരുവായൂർ എത്തിയിട്ട് മാത്രമേ ഞാൻ ഫോട്ടോ കാണിച്ചു കൊടുക്കുള്ളൂ. നമ്മൾ എന്താണോ അതിൻ്റെ ഫോട്ടോ കാണിച്ചു കൊടുക്കുള്ളൂ. അതും അവിടെ എത്തിയതിന് ശേഷം മാത്രം. അല്ലാതെ അതിന് മുമ്പ് ആരും കാണും. ഷോപ്പിലുള്ളവർ കാണും കേട്ടോ. എൻ്റെ കൂടെ വരുന്നത് ആരാണോ അവരും കാണും. അരുണാണ് എൻ്റെ കൂടെ വരുന്നത്, അപ്പോൾ അവനും കാണും. അല്ലാത്ത പക്ഷം ഞാൻ അത് ഷോപ്പിൽ നിന്ന് മേടിക്കുന്നോ ഇതാക്കുന്നോ ഒന്നും അതിൻ്റെ വീഡിയോസ് എടുക്കൂല. അല്ലാത്ത ബാക്കിയുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കും. അതിൻ്റെ മാത്രം ഞാൻ എടുക്കില്ല. അത് ഗുരുവായൂരപ്പൻ കണ്ടതിന് ശേഷം മാത്രമേ നിങ്ങൾ ഓരോരുത്തരെയും ഞാൻ കാണിക്കുള്ളൂ. അപ്പോൾ ഗുരുവായൂർ പോകാനൊക്കെ റെഡി ആയിട്ടുണ്ട്. കോസ്റ്റ്യൂം വരുന്നത് ഇതാണ്. എത്ര പേർക്ക് കാണാൻ പറ്റുന്നുണ്ട് എന്നെനിക്കറിയില്ല. ലോങ് സൈറ്റായിട്ട് നിൽക്കണം, എന്നാലേ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ കോസ്റ്റ്യൂമൊക്കെ സെലക്ട് ചെയ്തതും ആ ഒരു വ്യക്തി തന്നെയാണ്. അപ്പം നിങ്ങൾക്കറിയാലോ അത്രമേൽ പ്രിയപ്പെട്ട ഒരു വ്യക്തിയാണ് എന്നുള്ളത്. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. ഒരുപാട് 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 സന്തോഷമായി. ആ സന്തോഷത്തെ എങ്ങനെ പ്രകടിപ്പിക്കണം, നമ്മൾ പറഞ്ഞാൽ മനസ്സിലാവുമോ എന്നെനിക്കറിയില്ല. എന്നാലും നമ്മളെന്താ പറയുക, നിങ്ങൾക്ക് എത്രത്തോളം അത് ഉൾക്കൊള്ളാൻ പറ്റും എന്നുള്ളത് എനിക്കറിയില്ല. ധാവണി സെറ്റാണ്. ഇപ്പോൾ കുറേ ആയല്ലോ ഞാൻ ധാവണീൻ്റെ മുകളിൽ, എനിക്ക് ധാവണീൻ്റെ മുകളിലേക്ക് ഫോക്കസ് ചെയ്യുന്നത്. എനിക്ക് ധാവണി ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഒരു പൊട്ടൊക്കെ ആയാൽ സൂപ്പർ ആവുമായിരിക്കും അല്ലേ. ഞാനൊരു പൊട്ടിൻ്റെ ഒരു ഇതൊക്കെ മേടിച്ച് വെച്ചിട്ടുണ്ടായി, പക്ഷെ അത് എവിടെ പോയി എന്നുള്ളത് എനിക്ക് ഒരു പിടുത്തവും കിട്ടുന്നില്ല. അല്ലെങ്കിൽ ഒരു പൊട്ടൊക്കെ ആവായിരുന്നു. ഞാൻ വരയ്ക്കുന്നിടത്ത് ഇവിടെ ഞാനൊരു പൊട്ട് കുത്തി വെച്ചിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് അതൊന്ന് നമ്മൾ തൊട്ട് നോക്കുക എങ്ങനെ ഇരിക്കുന്നു എന്ന്. ഇതേ കളറല്ല കേട്ടോ, ഇതിന് മുമ്പ് ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തതായിരുന്നു. അപ്പോൾ ഒരു പൊട്ടും കൂടി ആയപ്പം ഒരു ഇല്ലത്തെ നമ്പൂരിക്കുട്ടി എന്നൊന്നും ഞാൻ പറയില്ല. കാരണം ഇനി അടുത്തത് ജസ്റ്റ് ഇല്ലത്തെ നമ്പൂരിക്കുട്ടിയാണ് എന്ന് പറഞ്ഞ് ഞാൻ ഓരോരുത്തർ തുടങ്ങും. ഇന്നതേ ഒരു വെറൈറ്റിക്ക് ഒരു കുറച്ച് പൂവൊക്കെ തലയിൽ വെച്ചിട്ടുണ്ട്. അത് ഈ ധാവണിയുടെ സെയിം കളറായതുകൊണ്ട് ഞാൻ എന്താക്കി പൂവൊക്കെ വെച്ചതാണ്. പിന്നെ ധാവണിയുടെ താഴെയായിട്ട് ബോർഡറായിട്ട് ഈ ഒരു സെയിം ബോർഡറാട്ടോ വരുന്നത്. നിങ്ങൾക്ക് ഇങ്ങനെ നോക്കിയിട്ടും ലെങ്ത്തിൽ എനിക്കത് കാണിച്ചു തരാൻ പറ്റുന്നില്ല. ഫുൾ എന്താ പറയുക, ഫുൾ വീഡിയോസായിട്ട് നമ്മളെ ഫുള്ളായിട്ട് കാണിച്ചു തരാൻ പറ്റാത്തത് കൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഈ ധാവണിയുടെ താഴെ പോർഷനിലും ഇങ്ങനത്തെ ഒരു ഇത് വർക്കാണുള്ളത്. അപ്പം അങ്ങനെയാണ്. അപ്പം ഞാൻ നേരെ ഷോപ്പിലേക്ക് പോവുകയാണ്. സാധനങ്ങൾ എന്നല്ല, ആ ഗിഫ്റ്റ് മേടിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ പോകുന്നതിന് മുമ്പായിട്ട് ഒരു വീഡിയോ എടുത്ത് പോസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു.
ഗിഫ്റ്റ് മേടിക്കുന്നതും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള വീഡിയോസ് ഞാൻ വേറെ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. ബാക്കി ഗുരുവായൂരെത്തിയിട്ട് സെപ്പറേറ്റ് ഇട്ട് ഇങ്ങനെ ചെറിയ പോർഷനായിട്ടാണ് ഞാൻ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ താല്പര്യമുള്ള ആൾക്കാർക്ക് മാത്രം അത് കാണാം, താല്പര്യമില്ലാത്ത ആൾക്കാർക്ക് സ്കിപ്പ് ചെയ്ത് അവരുടേതായിട്ടുള്ള വഴിക്ക് പോവാം. പിന്നെ ചൊറിയന്മാർക്ക് ഇതിൻ്റെ താഴെ വന്നിട്ട് നന്നായിട്ട് ചൊറിഞ്ഞിട്ട് മെസ്സേജ് അയക്കാവുന്നതുമാണ്. അതിനും ഒരു വിരോധമില്ല. അപ്പം എനിക്ക് ഈ ഗിഫ്റ്റ് തന്ന എന്ന് വെച്ചാൽ എൻ്റെ കണ്ണൻ്റെ മറ്റൊരു അവതാരത്തിൻ്റെ പേരാണ് ഈ വ്യക്തിക്കുള്ളത്. ഞാൻ പറഞ്ഞല്ലോ, ആളുടെ പേര് മെൻഷൻ ചെയ്യാൻ എനിക്ക് താല്പര്യപ്പെടുന്നില്ല. കാരണം എന്താ വെച്ചാൽ ഇതിൻ്റെ താഴെ ചൊറിയന്മാർ ആ വ്യക്തിയെ വെച്ചിട്ട് വെറുതെ എന്താ പറയുക, ഒരു പാവം ചെയ്യാത്ത ആളെ വെറുതെ ഇങ്ങനെ ക്രൂശിച്ചു കൊണ്ടിരിക്കും. അതിനോട് എനിക്ക് താല്പര്യമില്ല. ആളെ ഞാൻ കാരണം ആരും ക്രൂശിക്കരുത് എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ആ വ്യക്തിയുടെ പേര് ഞാൻ പറയാത്തത്. അല്ലാതെ പേര് പറയാൻ പേടിച്ചിട്ടോ അല്ലെ അങ്ങനെ ഒരു വ്യക്തി ഇല്ലാഞ്ഞിട്ടോ എന്നൊന്നുമല്ല. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ എന്നെ കൂട്ടാനുള്ള ആൾ വന്നുകൊണ്ട് അപ്പം നിങ്ങൾക്ക് ഫുള്ളായിട്ട് എന്നെ കാണാനുള്ള ഒരു അവസരവും കൂടിയും അതിൽ കൂടെ ഉണ്ട്. അപ്പം പോവാൻ എനിക്ക് വണ്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വണ്ടി എത്തിയിട്ടുണ്ട് ഗൈസ്. അപ്പം അങ്ങനെയാണ്. അരുണേട്ടാ ഫോണൊന്ന് പിടിക്കോ, എന്നൊന്ന് ഫുൾ സൈസിലൊന്ന് ഒന്ന് കാണിച്ചു കൊടുക്കോ. ഇതാണ് ഗൈസ് ഫുൾ കോസ്റ്റ്യൂം എന്ന് പറയുന്നത്. എങ്ങനെയുണ്ട് എന്നോട് ഇങ്ങനെ ചോദിക്കുക. ഓൻ കുലിക്കുന്നുണ്ട്, പക്ഷെ നിങ്ങളാരും കാണുന്നില്ല എന്നേ ഉള്ളൂ. അപ്പം അങ്ങനെയാണ്. നോക്കണ്ടടാ ഉണ്ണി, അത് പുതിയ സ്റ്റാൻഡാണ്. ഞങ്ങളിവിടെ സ്റ്റാൻഡൊക്കെ വാങ്ങി. ഓൻ ആ സ്റ്റാൻഡ് കണ്ടിട്ട് എന്നെയല്ല നോക്കുന്നത്, ആ സ്റ്റാൻഡ് ഏതാണെന്നാണ് നോക്കുന്നത്. അപ്പോൾ ഇതാണ് കോസ്റ്റ്യൂം വരുന്നത്. എങ്ങനെയുണ്ട് ധാവണി, ഇഷ്ടമായോ? ഇതിന് ഷാളിനൊരു വെറൈറ്റി തോന്നിയ സമയത്ത് എടുത്തതാട്ടോ. അപ്പം ഇങ്ങനെയാണ്. അപ്പം ഞങ്ങൾ നേരെ ആ ഗിഫ്റ്റ് എന്താണോ ആ ഗിഫ്റ്റ് മേടിക്കാൻ പോവുകയാണ്. ഗിഫ്റ്റ് മേടിച്ചിട്ട് ഉള്ള വീഡിയോസും ഞാൻ കാണിച്ചു തരാം. ഗിഫ്റ്റ് ഗുരുവായൂരെത്തിയിട്ട് മാത്രമേ കാണിച്ചു തരുള്ളൂ. അത് നിങ്ങൾക്ക് സർപ്രൈസ് ആയിക്കോട്ടെ. ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ വീഡിയോസ് കാണുന്ന ആൾക്കാർ ലൈറ്റ് ഒന്നോ ഫൈക്കൽ വീഡിയോസ് കാണുന്ന ആൾക്കാർ വെയിറ്റ് ചെയ്ത് നിന്നോളൂ. നിങ്ങൾക്ക് ആ സാധനം എന്താണ് എന്ന് അറിയാൻ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ വെയിറ്റ് ചെയ്ത് നിൽക്കുക. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ തന്നെ മേടിച്ച് എനിക്ക് തന്നെ തന്ന ഗിഫ്റ്റാണ് എന്നുള്ള കമൻറ്റുകൾ ഞാൻ ഇവിടെ നിരോധിച്ചിരിക്കുന്നു. ഇനിയിപ്പം അങ്ങനെ തന്നെ കൂട്ടുകയാണെങ്കിലും ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ള ഗിഫ്റ്റാണ് അത്. അപ്പോൾ അത്രയും ആ ഒരു ഗിഫ്റ്റ് ഞാൻ തന്നെ മേടിച്ച് എനിക്ക് തന്നെ ഗിഫ്റ്റ് ചെയ്യുകയാണെങ്കിലും അതൊരു പ്രൗഡ് മൂമെന്റ് തന്നെ അല്ലേ മാമ? അല്ലേ? ഓനെന്തോ ചിന്തിച്ചോണ്ട് നിൽക്കുകയാണ്. എന്താന്ന് തമ്പുരാന് മാത്രമേ അറിയുള്ളൂ. അപ്പോൾ അങ്ങനെയാണ്. അതുകൊണ്ട് അങ്ങനത്തെ കമൻറ്റുകളൊക്കെ നമ്മൾ നിരോധിച്ചിരിക്കുന്നു. അപ്പോൾ ഞങ്ങൾ പോകാൻ വേണ്ടിയിട്ട് നോക്കുകയാണ്. ഇതിൻ്റെ ഉള്ളിൽ കൂടിയ 2 ഫോട്ടോ DTDC കൊറിയർ ചെയ്യാനുണ്ട്. അതും കൂടി ഒന്ന് കൊണ്ടു കൊടുക്കണം. അത് കൊടുത്തതിന് ശേഷം മാത്രമാണ് നമുക്ക് ഈ ഗിഫ്റ്റ് മേടിക്കാൻ പോകാൻ പറ്റുക. എന്നിട്ടാണ് നേരെ ഗുരുവായൂരേക്ക് വിടുന്നത്. അപ്പോൾ ഈ വീഡിയോ ഇത്ര മാത്രമേ ഉള്ളൂ. അയ്യോ, ഓനൊന്ന് ഫോൺ എൻ്റെ കയ്യിൽ തരാൻ വേണ്ടിയിട്ട് കാത്തു നിന്നതാണ്. അപ്പോൾ വീഡിയോ ഇത്ര മാത്രമേ ഉള്ളൂ. നിങ്ങളോട് എല്ലാവരോടും ബൈ പറഞ്ഞിട്ട് ബൈ ഫ്രം ജസ്ന സലീം.